ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് തവണ ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിലും ഗുരുവായൂരിൻ്റെ ഒരു ഭംഗി അതിമനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയത് ഇത്തവണത്തെ പോക്കിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ ടൈം എടുത്ത് ശാന്തസുന്ദരമായിട്ട് പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത്തവണ നമ്മൾ പോകുന്നത് ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തു കൂടിയാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഫുള്ളി ആനപ്രേമികൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തന്നെ കീഴിലുള്ള ആന സംരക്ഷണ കേന്ദ്രമായ ആനക്കൂട് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ നേരെ കാണുന്നതാണ് പുനർത്തൂർ രാജാവിൻ്റെ ഒരു പഴയ കൊട്ടാരമായിരുന്നു. അത് പിന്നീട് ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് ആനക്കൂടായിട്ട് മാറ്റുകയായിരുന്നു. ഈ കൊട്ടാരം സംരക്ഷിക്കുന്നൊന്നും ഇല്ല എന്ന് തോന്നുന്നു, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പും ഒക്കെയാണ്. കാരണം ഒരുപാട് പഴയ മരങ്ങളാണ്, അതും ഭയങ്കര പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങളൊക്കെയാണ് ഇവിടെ ഫുള്ളും ഉള്ളത്. അപ്പം ഇതിനൊരു ചെറിയ എൻട്രി ഫീസുണ്ട്. പിന്നെ ക്യാമറയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫീസുണ്ട്. അപ്പോൾ ആനക്കൂട് കാണാനുള്ള ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ പുനത്തൂർ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത്. 39 ആനകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവയൊക്കെ ഭൂരിഭാഗവും പൂജകൾക്കും ഉത്സവത്തിനുമൊക്കെ ആയിട്ടാണ് ഇവിടെ പരിശീലനം കൊടുക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാം തന്നെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ റൈറ്റിലേക്ക് പോയി തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു കുളി ഒക്കെ കണ്ടു തുടങ്ങാം. അപ്പം എന്ത് മിടുക്കനായിട്ടാണ് അവൻ കിടക്കുന്നത് നോക്കിക്കേ. അത് വളരെ ഒരാളാണെങ്കിൽ അതിൻ്റെ കാലിൻ്റെ നെയിലുമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് അനുസരണയോടെയാണ് അവൻ കിടക്കുന്നത്. അവരാണെങ്കിലും പാപ്പാന്മാരാണെങ്കിലും വളരെ നല്ല രീതിയിൽ അവനെ കെയർ ചെയ്യുന്നു. നെയിലും എല്ലാം നല്ല മനോഹരമായിട്ട് വൃത്തിയാക്കുന്നു. ഓരോ ഏരിയ തിരിച്ചാണ് ഇവിടെ ആനകളെ നിർത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ പോയി കാണാവുന്ന പ്രശ്നക്കാരല്ലാത്ത ആനകളുണ്ട്. ഇതും കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. കാരണം വളരെ ജീർണാവസ്ഥയിലാണിത്. ഇതിൻ്റെ മെയിൻ്റനൻസ് ഒന്നും അവർ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന ആനകളെയാണ് ഇവിടെ സംരക്ഷിച്ചു പോകുന്നത്. പല രീതിയിലാണ് ആനകളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ചില ആനകളെ നമുക്ക് വളരെ അടുത്ത് തന്നെ കാണാം. മറ്റു ചിലതിന് കുറേ ദൂരെ നിന്നാണ്. മതപ്പാടുള്ള ആനകളെയാണ് വളരെ അങ്ങ് ദൂരെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതാണെങ്കിൽ നല്ല ബഹളമൊക്കെ വെച്ച് കാലയിലെ ചങ്ങലയൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്കൊന്നും പോകാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അതിൻ്റെ അടുത്ത് തന്നെ സെക്യൂരിറ്റി സ്റ്റാഫും ഉണ്ട്, ആളുകൾ അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട്. അപ്പോൾ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന സേഫായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1975 ഗുരുവായൂർ ക്ഷേത്രത്തിന് സമർപ്പിച്ച ആനകളെ സംരക്ഷിക്കാനായിട്ടാണ് ദേവസ്വം ബോർഡ് ആനക്കൂട് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം സ്ഥാപിക്കുന്നത്. ആദ്യം കുറച്ച് ആനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ കൂടി വന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആനശാലകളിൽ ഒന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ആനകളോടുള്ള ആരാധനയും ക്ഷേത്ര പാരമ്പര്യവും ചേർന്നുള്ളൊരു സംസ്കാരം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകളാണ് എല്ലാ ദിവസവും ഇവിടെ സന്ദർശകരായിട്ട് എത്തുന്നത്. ഇവിടെ ഒരുപാട് ആനകളുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആനകളിൽ അന്നും ഇന്നും എന്നും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒറ്റ പേരേ ഉള്ളൂ. അതാണ് ഗുരുവായൂർ കേശവൻ. ഗുരുവായൂർ കേശവനാണ് ഈ ആനക്കൂടിൻ്റെ എക്കാലത്തെയും ഏറ്റവും പ്രസിദ്ധനായ ഒരു ആന എന്ന് പറയാവുന്നത്.
പിന്നെ ഈ ഒരു പ്ലേസ് നിങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആനകളുടെ ഒരു ദിനചര്യ ഒക്കെ അടുത്തറിയാനായിട്ട് സാധിക്കും. രാവിലെ തന്നെ കുളിപ്പിക്കൽ പരിപാടികളുണ്ട്, പിന്നെ ഇവരുടെ ശുചിത്വം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം, അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ അടുത്ത് തന്നെ നമുക്ക് അറിയാനായിട്ടുള്ള അവസരം ഇവിടെ തന്നെ ഉണ്ട്. ഇതിനിടയ്ക്കാണെങ്കിൽ ആദിയുടെ വക ആനകൾക്കായിട്ട് ഒരു മൗത്ത് ഓർഗൻ വായനയൊക്കെ നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് എല്ലാവരും ഇത് വായിച്ചുകൊണ്ട് നടക്കുകയാണ്. ശരിക്കും ഇവിടെയൊക്കെ കാണുമ്പോൾ പണ്ട് എപ്പോഴോ കേട്ട ഒരു കാര്യം ഓർമ്മ വരുവാണ്. കാരണം ആനയും തിരമാലകളും ഒരിക്കലും കണ്ടാലും മടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഒരുപാട് രസമാണ്. ഇതിങ്ങളുടെ ഒരു കളിയും തലയാട്ടും ഓരോ പരിപാടികളുമൊക്കെ കാണാനായിട്ട് ഭയങ്കര മനോഹരമാണ്. അപ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഒരു രസമാണ്. ഇതിൽ ചില ആനകൾക്ക് അതിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ബോർഡിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ചില ആനകളുടെ പേരൊന്നും ഞാൻ അങ്ങനെ പേര് എഴുതി വെച്ചേക്കണ കണ്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിൻ്റെയും പേരറിയില്ല. എന്തായാലും ഒരുപാട് ആനകളുണ്ട്. പിന്നെ ഇത് ഏകദേശം ഒരു 12 ഏക്കറിനകത്താണ് ഈ ഒരു പ്ലേസ് ഫുള്ളായിട്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രമാത്രം വലിപ്പമുണ്ട് ഇതെന്ന്. ആനകൾക്ക് ശരിക്കും ഇതിനകത്ത് വളരെ സ്വതന്ത്രമായിട്ട് നടക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട്. ഇതിൻ്റെ ആരോഗ്യ പരിശോധനയും അതിൻ്റെ ചികിത്സയും അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പം ഒരു A to Z ഒരു പ്ലേസാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവനാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും കുഞ്ഞൻ ആനയെന്ന് തോന്നുന്നു. അവനിങ്ങനെ തലയൊക്കെ ആട്ടി നല്ല എൻജോയ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ്. ഉള്ളതിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞതുമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അധികം ഹൈറ്റൊന്നുമില്ല. നല്ല രസമുണ്ട് അതിൻ്റെ തലയാട്ട് കാണാനായിട്ട്. ഇതാണ് ആനയെ മെതിക്കുന്ന കൂട്. പക്ഷേ ഇത് ഇപ്പം ഉപയോഗത്തിലുണ്ടോ എന്നറിയില്ല. ഇത് കണ്ടിട്ട് അധികം ഉപയോഗിക്കാത്ത ഒരു രീതിയിലാണ് കാണുന്നത്. ഇവിടം വരെ വന്നിട്ട് ഇതുവരെ ഒരു ആനയെ തൊടാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കുളിപ്പിക്കുന്ന ആനയുടെ അടുത്തൊന്നും കൂടെ നമ്മൾ പോകുന്നുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. കാരണം അതാണ് കുറച്ചുകൂടെ ശാന്തമായിട്ട് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്താണ് പാപ്പാന്മാരും ഉള്ളത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അടുത്തൊന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട്. എനിവേ ഇതിനകത്ത് തന്നെ ഒരു വലിയൊരു ഒരു കുളം കാണാം. അത് എനിക്ക് തോന്നുന്നത് ഇതിനകത്തുള്ള ഇവിടെ നിന്നായിരിക്കാം ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര വലിയൊരു കുളമാണ്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമ്മൾ ശരിക്കും എൻട്രൻസിനോട് അടുത്തെത്തുവാണ്. നമ്മൾ ശരിക്കും റൈറ്റ് സൈഡിലേക്ക് കയറി ഇങ്ങനെ കറങ്ങി ഒരു റൗണ്ട് ഷേപ്പിൽ വന്ന് തിരിച്ച് നമ്മൾ കയറുന്ന ആ ഒരു സ്പേസിലേക്കാണ് എത്തുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാനുള്ള ഒരു പ്രചോദനമാകട്ടെ എനിക്ക്.
ഇഷ്ടം പോലെ ഫിഷ് ഉണ്ടോ? ഇതുണ്ടോ? ഫുള്ള് ഫിഷാണ്. ആന കഴിക്കുന്ന മീനല്ല. ആന വെജിറ്റേറിയൻ അല്ലേ? അതിനെന്ത് പറഞ്ഞേ? കാർണിവേഴ്സോ അല്ലല്ലോ? ഹെർബിവോഴ്സ്. പിന്നെ ബസ് വേണ്ട വേണ്ട ഇനിയും വേണ്ട. മാറിക്ക് വേണ്ട വേണ്ട ഇവിടെ പെയ്യും. എടാ 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 ആ ചേട്ടന്റെ പുറകെ കൊടുക്ക്. വാച്ച്